ആ അപ്പൊ എന്ത് ചെയ്തെന്ന് പറയാ, അതിന് പെട്ടെന്നൊരു പിന്നെ എന്തുണ്ടായി, അപസ്മാരുണ്ടായി, ഫിക്സ് ഉണ്ടായി വെള്ളത്തിൽ നിന്ന്. അങ്ങനെ ആയപ്പോൾ എല്ലാവരും കൂടി അതിനെ കരയിലേക്ക് കടത്തി. അപ്പോഴാണ് നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ അങ്ങനെ അതിനെ പോവാണ്. ഇവിടെ ഒരു വെള്ളത്തിൽ ഒരാൾ പെട്ടെന്ന് അപസ്മാരായി വീണ് കരക്ക് കയറ്റി കിടത്തിയതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നറിയണേ. ഇനി അടുത്തത് സീൻ സേഫ്റ്റി മുതലൊന്നും അഭിനയിച്ചാട്ടെ. ഒരാൾ പുറത്തൂടെ, രണ്ടാളുണ്ടാവുമ്പോൾ രണ്ട് ഭാഗത്തൂടെ കിടക്കും. ഇവിടുത്തെ സീൻ സേഫ്റ്റി എന്താണ്? അവിടെ കുളമാണ്, ഇത് കരയാണ്. അപ്പൊ സീൻ സേഫ്റ്റി എന്താ? നിങ്ങളെ രണ്ടാളി അങ്ങോട്ട് വിളക്കി വീഴരുത്, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാ ഇരുന്നോളി. സീൻ സേഫ്. ചേച്ചി കേട്ടോ, 33 വയസ്സുള്ള ഒരു ചേച്ചിയാണ്. 2 പ്രസവം കഴിഞ്ഞതാണ്, ഇങ്ങോട്ട് പ്രസവമൊക്കെ നിർത്തിയതാ പാവം. എന്നിട്ട് അതിന്റെ വയറ് പൊങ്ങിക്കുണ്ട്. അതിന്റെ അർത്ഥം എന്താ? വെള്ളം കുടിച്ചിട്ടുണ്ടാവും കറക്റ്റ്. ആ കുളം വറ്റാനായി. അപ്പം വെള്ളം കുടിച്ച വയറ് കാണാനുണ്ട്. എന്നാ ചേച്ചി വിളിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ രണ്ടാളോട് ഡിസ്കസ് ചെയ്തോളൂ. ചിലപ്പോൾ രക്ഷപ്പെടും. നിങ്ങൾ ചിരിച്ചിട്ട് ഇപ്പൊ 3 സെക്കൻഡ് കഴിഞ്ഞു. അടിപൊളി. അപ്പൊ ചേച്ചി മുണ്ടണില്ല. ഇനി എന്ത് ചെയ്യും? അല്ല, വണ്ടിയൊക്കെ വേണ്ടേ? വണ്ടി നിങ്ങൾ കൊണ്ടുവന്ന വണ്ടി ഉണ്ടോ? എന്തല്ല വണ്ടി വിട്ടോളാം. പള്ളിയുള്ള വെള്ളം എന്ത് ചെയ്യും? വയറിൽ ഞെക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഞെക്കുകയാണോ അല്ലെ കമഴ്ത്തി പിടിച്ചിട്ട് അതാണോ നല്ലത്? ഇങ്ങോട്ട് വലിക്കുകയാണോ നല്ലത്? കമഴ്ത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിയല്ലേ നല്ലത്. അതായത് സിനിമയിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കണ്ട് താങ്ങൂല. എന്നാ തന്നെ പള്ള അമർത്തുന്നല്ലേ അല്ലേ? അങ്ങനെ അമർത്തിയാൽ എന്താ സംഭവിക്കുക? വെള്ളം പുറത്തേക്ക് ചാടാൻ ഇവിടുന്ന് എത്തുമ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് തൊള്ളയിൽ കൂടി പോരും, ബാക്കിയുള്ളത് തിരിച്ചിറങ്ങുന്നത് ശ്വാസകോശത്തേക്ക് ഇറങ്ങിയാലോ? അങ്ങനെ വരാലോ. ഒരു കുപ്പിയിലെ വെള്ളമുണ്ട്, നമ്മൾ ഇങ്ങനെ ഇടാക്കിയപ്പോൾ വെള്ളം കുറച്ചാട് പുറത്തേക്ക് പോയി, ബാക്കിയുള്ള വെള്ളം ഇങ്ങോട്ട് തന്നെ പോയി. ബാക്ക് ഫ്ലോ. അത് ശ്വാസകോശത്ത് പോകുന്നത് നല്ലതാണോ? അല്ല. അപ്പൊ ആ അമർത്തുന്നത് ഉപകാരമാവോ ഉപദ്രവമാവോ? അപ്പൊ ഞാൻ തിരിച്ച് കിടത്താം അല്ലേ? അപ്പോഴും ഇത് തന്നെ സംഭവിക്കാൻ പോണത്. അപ്പൊ അമർത്തല്ല, പകരം ഇങ്ങനെ വലിക്കുക. പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാം. ഉരലിൽ കമഴ്ത്തി കിടത്താനൊക്കെ പറയും. എന്നിട്ട് ഉരല് കേട്ടണോ? എവിടെ കേട്ട്? ഉരല് കണ്ടണോ? ഉണ്ട്. അപ്പം അതിൽ കമഴ്ത്തി കിടത്തിയിട്ട് വയറില് ചേർത്തിട്ട് എന്നിട്ട് ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്തിട്ട് വയറിന് ഇങ്ങനെ മീനൊക്കെ ഒരു പോരല്ല. സിനിമയിലൊക്കെ അങ്ങനെ കാണണം. ചെമ്പല്ലി, അയില, മത്തി ഒക്കെ വരും. അത് പാടില്ല. വെള്ളത്തിൽ പോയ ഒരാളെ വയറിൽ വെള്ളം കിടന്നാൽ അത് കളയാനുള്ള ശ്രമം നടത്തരുത്. ഏറ്റവും പഴയ ബുക്കിലൊക്കെ ചെയ്യണം എന്നാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻ ചെയ്യരുത് എന്നാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വിളിച്ചിട്ട് മിണ്ടാത്തത് നമ്മളെ പ്രൊസീജിയർ തുടർന്നാൽ മതി. തുടങ്ങിക്കോളൂ. വണ്ടി രണ്ടാമത്തെ വണ്ടി ചെലവായി. പൾസും ബ്രീത്തും നോക്കാം. ഒറ്റടി അത് നോക്കിയാട്ടെ. 2 ഭാഗത്തൂടിയൊക്കെ കൂടി കൊത്തിച്ചിട്ട് കുറച്ചുള്ളത് ഇല്ലാതാക്കില്ല. ഒരാൾ നോക്കിയാൽ പാളി നോക്കി. അടിപൊളി. രണ്ടുമില്ല. അപ്പൊ എന്താ നിങ്ങൾ പറയേണ്ടത്? നോ പൾസ് ആൻഡ് നോ ബ്രീത്ത്. ഇങ്ങനെയല്ലേ പറയണ്ടേ? അടുത്തത് സെന്റർ കണ്ടുപിടിച്ചു അല്ലേ? ചേച്ചിന്റെ ഇവിടെ ഒരു പാലം, ആ പാലത്തിന്റെ നടുക്കാണ് നമ്മൾ കൈവച്ചത്. അപ്പം മനസ്സിലുണ്ടാവണം, ആ പാലം മുതൽ ഇങ്ങനെ എന്താണ് വാരിയലിന്റെ കൂട്. അതിന്റെ ഉള്ളിലാണ് ആരുള്ളത്? ഹൃദയമുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഹൃദയം ഇങ്ങനെ അമരുന്നതായിട്ട് നമ്മളെ മനസ്സിലുണ്ടാവും. തുടങ്ങിക്കൂടി. അടിപൊളി. നല്ല പോസ്റ്ററാണ്. കൊടുത്തോ. 1 2 3 4. വളരെ പതുക്കായി പോയി തോന്നുന്നു. കുറച്ച് സ്പീഡായി. ഈ അടുത്ത പരിപാടി നോക്ക്. എന്ത് ചെയ്യുന്നു? മൂക്ക് പൊത്തി പിടിക്കണം. ഊതാനായിട്ടില്ല. ഊതാനോള് 30 ഉറക്കെ പറയാൻ മതി. ഇപ്പൊ എവിടെ എത്തിയെന്ന് അറിയില്ല. അറിഞ്ഞില്ല. 1 ഒന്നുകൂടെ 2. അടിപൊളി. നിങ്ങൾ മാറി ചെയ്താട്ടെ. കുറെ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു.